വിചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ ധീരനാണവൻ എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ അങ്ങന്റെ പരിചയവുമേ എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ അങ്ങന്റെ പരിചയവുമേ എന്റെ പാറയുമേ എന്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാമേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ ധീരനാണവൻ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ ധീരനാണവൻ ഹോസാന 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 എന്റെ ഉടയവനെ എന്റെ ഭുജബലമേ അങ്ങന്റെ ഇമ്പമാണേ എന്റെ ആരംഭമേ എന്റെ വാക്കത്വമേ അങ്ങന്റെ ആമേനാണേ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ ധീരനാണവൻ മാർവിൽ ചാരിടാം എല്ലാം പറയാം വിശ്വസ്തനവൻ ധീരനാണവൻ ഹോസാന യേശുവൻ കൂടെയുള്ളതിനാ നിരകളിൽ മീതെ ഞാൻ ഓടും ആടാതവൻ കരം താഴും അവൻ പാതിച്ചേ ആടാതവൻ കരം താഴും അവൻ പാതിച്ചേ
യേശു എൻ കൂടെയുള്ളതിനാ തിരകളിലീ ഞാനോടും പാടാതവൻ ജീവജല നദിയുണ്ട് ജീവജല നദിയുണ്ട് യേശു എൻ കൂടെയുള്ളതിനാ തിരകളിൽ നീന്തി ഞാനോടും താഴാതവൻ കരം അവൻ പാതി താഴാതവൻ കരം താങ്ങും യേശു എൻ കൂടെയുള്ളതിനാ തിരകളിൽ നീന്തി ഞാനോടും താഴാതവൻ കരം താങ്ങും അവൻ പാതി നാളാതവൻ കരം താങ്ങും എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ദേശത്ത് ഇങ്ങനെ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ പാട്ടിലൂടെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങളെ എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തതില്ല. കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിലും തക്ക സമയത്ത് കാലാവസ്ഥയെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു. ഹല്ലേലൂയ! ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ദേശത്തിലുള്ള ദേശനിവാസികളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം കൈമാറുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തത് നിമിത്തം ഞങ്ങൾ ഗോസ്പൽ ടീമും കൊളക്കടയിൽ പ്രവർത്തിക്കുന്ന ഷേലോം ഇവാഞ്ചലിക്കൽ മിനിസ്ട്രിയും ചേർന്ന് ഇങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കുവാനിടയായത്. ഹല്ലേലൂയ! വചനം പറയുന്നത് നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ! തുടർന്ന് നമ്മുടെ പാസ്റ്റർ മകള് ഒരു ഗാനം ആലപിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ പേർക്ക് സംസാരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുവാൻ നല്ല ശബ്ദവും നല്ല അധരവും നൽകിയ കർത്താവിനെ ആ അധരം ഉപയോഗിച്ച് കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ ലഭിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് വലിയ ഇതാണ്. മറ്റുള്ള അനേക കാര്യങ്ങൾ നേടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നതിനേക്കാൾ നമ്മെ നിർമ്മിച്ച സൃഷ്ടിച്ച ദൈവത്തെ പാടി സ്തുതിക്കാൻ ലഭിക്കുന്ന അവസരം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ! പ്രാർത്ഥനയോടെ ആയിരിക്കുക. പ്രിയ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിഴകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിഴകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ.
ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നീനത്തായിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നിൻ മനമിഴകാതെ പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഏറെ ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഒന്ന് ഞാൻ പറയാം. കർത്താവിന്റെ ദാസന്മാർ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി പ്രയത്നം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പകൽ രാത്രിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളിവിടെ കടന്നു വന്ന സമയത്ത് ഒരു വെയിലാണ് ഇവിടെ. ആ വെയിലത്ത് ഞങ്ങൾ ഈ സെറ്റെല്ലാം സെറ്റ് ചെയ്തു. എല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു വൈകിട്ട് എല്ലാവരും വിയർത്ത് കുളിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കേണ്ട വരുമെന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവ് നമുക്ക് അനുകൂലമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിയ വേളയിലായപ്പോൾ നമ്മൾ AC യിലിരിക്കുന്ന ഉണക്ക് തണുപ്പ് കർത്താവ് നമുക്ക് നൽകി. മഴ പെയ്തു, നമ്മളത് ബാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പാട്ടാണ്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് പറയാൻ കഴിയുന്നതിനപ്പുറമായുള്ള കാരണങ്ങൾ കർത്താവിനെ ആരാധിക്കുവാനുള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ ആരും മൗനമായി നിൽക്കരുത്. സകലരും ഒരുപോലെ കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ട് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കയ്യിലടച്ച് ഈ പാട്ട് പാടും. കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാമല്ലോ. എല്ലാവരും ചേർത്ത് കരങ്ങളെ അടിച്ചോട്ടെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈമുട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈമുട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുകുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുകുവാനിടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ചോദിച്ചതോളിൽ പോലും നിനച്ചതല്ല, ചോദിച്ചതോളിൽ പോലും നിനച്ചതല്ല. ദയതോതി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. ദയതോതി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ,
ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരു തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ഒരു തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പാവപരിഹാരാർത്ഥം പാതവരട്ടെ പാഠത്തിൽ വന്ന നാമം. പാവപരിഹാരാർത്ഥം പാതവരട്ടെ പാഠത്തിൽ വന്ന നാമം. പാവമറ്റ ജീവിതത്തെ മറുകയെ കാട്ടിത്തന്ന പാവനമാകുന്ന പാവമറ്റ ജീവിതത്തെ മറുകയെ കാട്ടിത്തന്ന പാവനമാകുന്ന യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. എന്നാമില്ല പാപം എന്നിൽ നിന്നും നീക്കാനിൽ കനിഞ്ഞ നാമം. എന്നാമില്ല പാപം എന്നിൽ നിന്നും നീക്കാനിൽ കനിഞ്ഞ നാമം. അങ്ങേടുത്തു എന്നെ ചുവനായി ചുവന്ന ഉന്നതന്റെ വന്യനാമം. അങ്ങേടുത്തു എന്നെ ചുവനായി ചുവന്ന ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. എല്ലാ നാമത്തിലോ മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലോ മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തെരുവിലുള്ള നാമം. അവയെല്ലാം മുഴങ്കാലും അടങ്ങിടും തെരുവിൽ വെള്ളവയ്ക്കമുള്ള നാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. നീതിയുടെ രാജ്യം ഭാരതൂരിൽ വേഗം വരുന്ന നാമം. നീതിയുടെ രാജ്യം ഭാരതൂരിൽ വേഗം വരുന്ന നാമം. നാടുവഴികളാം തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴുന്ന തന്റെ സിദ്ധരുമായി സിംഹാസനത്തിൽ വാഴുന്ന യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പനാമം. എല്ലാ നാമത്തിലോ മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും വെള്ളമിക്കുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും വെള്ളമിക്കുള്ള നാമം. യേശുനാമം അതിശയനാമം
ഏഴെനിക്കുമ്പനാമം നാമേ ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പനാമം നാമേ ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പനാമം നാമേ ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കുമ്പനാമം നാമേ 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 ഓ യേശുവൈക്കോ യേശുവൈക്കോ Praise the Lord. Hallelujah. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്തു. പ്രത്യേക ഇന്ന് രാത്രിയിൽ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് സ്വർഗ്ഗം കൂട്ടി വരുത്തിയ എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്ന പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാകെ. ഹല്ലേലൂയ. തുടർന്ന് ഈ സുവിശേഷ മഹായോഗത്തിന്റെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് രണ്ട് കർത്തദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാരംഭമായി വിജയം പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അത് കഴിഞ്ഞ ശേഷം കൊല്ലാമലയിലുള്ള പാസ്റ്റർ ബേബി നമ്മളോട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, രണ്ട് സംഘടനക്കാർ മിനിസ്ട്രിക്കാർ കൂടി പ്രാർത്ഥിച്ച് അവർ തുടങ്ങിയതായ കർത്താവെ ഈ സുവിശേഷ യോഗം ഈ ദേശത്തോട് അറിയിപ്പാൻ തക്കവിധം കർത്താവ് ഒരുക്കിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നടക്കുന്നതായ ഈ ശുശ്രൂഷയിൽ ഈ ദേശത്ത് കർത്താവെ അവിടുന്ന് കർത്താവ് ഉള്ളം സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ഭാര്യ വിതറുമ്പോൾ ദേശത്ത് പാർക്കുന്നതായ പലവിധമായ ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ദൈവം സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നാൽ ശുശ്രൂഷ ചെയ്യുന്നതായ ദാസനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്നോട് കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ എത്രത്തോളം അനുഗ്രഹമായി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവേ, കൺവെൻഷന്റെ പ്രാരംഭ ദിവസം അടിയങ്ങൾ കർത്താവ് പല ദേശങ്ങളിൽ പല ഭവനങ്ങളിലായിരുന്നു ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവനാമ മഹത്വത്തിനായി കർത്താവെ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ കർത്താവെ അനേകര് കർത്താവെ സ്തോത്രം ചെയ്യുന്ന ദൈവത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ സ്തോത്രം നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഈ കൺവെൻഷൻ കർത്താവെ ക്രമീകരിച്ചിരിക്കുന്ന ദേവദാസന്മാരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യാൽ കർത്താവെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുറ്റുമുള്ള ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യാൽ കർത്താവെ വചനം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത വചനം കർത്താവെ സ്തോത്രം ദേശത്തോട് അറിയിക്കുവാൻ തക്കോണം അവിടുത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ആദ്യോടന്ത്യം കർത്താവെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി. ദൈവനാമം മഹത്വമെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിൽ പ്രാർത്ഥനയിൽ സഹായിച്ച ഇരു ദൈവദാസന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഒരു ഗാനം ആലപിക്കും. ഇപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കാനുള്ള സമയമാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ ദേശം മുഴുവനും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ അനുഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ അനുഭവിച്ച യേശുവിനെ കൈമാറ്റം ചെയ്യുവാൻ ക്രമീകരിക്കപ്പെട്ട ഇങ്ങനെയുള്ള ആത്മീയ യോഗങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. നീട്ടപ്പെട്ട ഓഫറിങ്ങിന് വേണ്ടി ഉറുകുന്നു കടന്നു വന്ന പൗലോസ് പാസ്റ്റർ മുന്നോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായി നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്മാർ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവിടെ നടത്തപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ ദിനത്തിൽ അങ്ങയുടെ തിരുനാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർക്കായി, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ദൈവമേ അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവിന്റെ വേലയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടേക്ക് കർത്താവ് നൽകപ്പെട്ടതായിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളെ സ്വർഗം അനുഗ്രഹിക്കുകയും അധികം പ്രതിഫലം സ്വർഗം നൽകി അവിടുന്ന് ധന്യമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ദേശത്തോട് അറിയിപ്പാൻ കർത്താവിന്റെ വചനവുമായി നിൽക്കുന്ന ഞങ്ങളുടെ ദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശക്തമായി ഉപയോഗിക്കണം. സകലരുടെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. സ്നേഹദൂത് ഗോസ്പൽ മിനിസ്ട്രിയും ശേലവും ഇവാഞ്ചലിക്കൽ മിനിസ്ട്രിയും ചേർന്ന് ഈ ദേശത്ത് ഇങ്ങനെ ഒരു സുവിശേഷ യോഗം ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിന്റെ പ്രാരംഭ രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നമ്മൾ ഈ യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവമക്കൾ, ദൈവദാസന്മാർ, ഇവിടെ കടന്നു വരുന്നിരിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഈ യോഗത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നു, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. കർത്താവെ, ദൈവമക്കളും ദൈവദാസന്മാരും ദൈവസഭയും ചേർന്ന്, ഗോസ്പൽ ടീമും ചേർന്ന് കർത്താവെ ഈ യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങൾ വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ പ്രാരംഭ ദിവസം അനുഗ്രഹമാക്കിയതുപോലെ, ഇതുവരെ അനുഗ്രഹമാക്കിയതുപോലെ തുടർന്നും പരിശുദ്ധാത്മാവ് അനുഗ്രഹമാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവത്തിന് താണ്ടിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി വന്നിടത്തെ അറിയിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ, വിവിധ പ്രായത്തിലുള്ള എല്ലാവർക്കും ക്രിസ്തുവിലുള്ള രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ജീവനുള്ള കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വചനത്തിലൂടെ ശക്തിയോടെ ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബഹുമാനനായ അരുൺ പാസ്റ്റർ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ അടിച്ച് പ്രിയ ദൈവദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാൺമതിന്നതികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കാൺമതിന്നതികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധ മഹതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധ മഹതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, ആയിരം പതിനായിരങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ, കാണും ജ്ഞാനൻ മോക്ഷപുരേ, താതൻ ചാരേ ശാലേപുരേ, കാണും ജ്ഞാനൻ
മോക്ഷപുരേ താതൻ ചാരയേ ശാലേപുരേ ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരാം പല ദൂതരെ ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരാം പല ദൂതരെ അവിടെ ഞാൻ അവർ സമമം തേജസ്സിനുടലണിഞ്ഞു വസിക്കവേ അവിടെ ഞാൻ അവർ സമമം തേജസ്സിനുടലണിഞ്ഞു വസിക്കവേ വാഴ്ചകളധികാരമതിയ ദൂത സഞ്ജയ ശ്രേഷ്ഠരെ വാഴ്ചകളധികാരമതിയ ദൂത സഞ്ജയ ശ്രേഷ്ഠരെ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേപുരേ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേപുരേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ ദേവദാസൻ ശ്യാം പാസ്റ്റർ, അതുപോലെ തന്നെ ഈ കൺവെൻഷന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവചനം സംസാരിക്കുന്ന ശ്രേഷ്ഠരായ ദേവദാസൻ പാസ്റ്റർ സുരേഷ് ശൂരനാട്, അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾക്കൊക്കെ വളരെ ആധികാരികമായി നേതൃത്വം നൽകുന്ന ഒട്ടനവധി ദേവദാസന്മാരുണ്ട്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കീബോർഡ് വായിക്കുന്ന പ്രിയ അച്ചായൻ, എല്ലാവർക്കും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ വിദൂരയിൽ നിന്നൊക്കെ കടന്നു വന്നതായ ഒട്ടനവധി ദേവദാസന്മാരുണ്ട്, ദേവദാസിമാരുണ്ട്. അപ്പോൾ തന്നെ ഈ ശബ്ദപരിധിയുടെ ഞങ്ങളെ ശ്രവിക്കുന്നതായ ഈ ദേശത്തെ നല്ലവരായ ദേശനിവാസികൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രാത്രികാലം നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ നൽകിയ ഈ ശ്രേഷ്ഠകരമായ പദവിയെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിനെ ഏത് സ്ഥലത്തും ഏത് സമയത്തും ഉയർത്തുവാൻ ലഭിക്കുന്നതായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. വളരെ നാളുകൾക്ക് മുൻപ് ഈ ദേശത്ത് എനിക്കും പ്രിയ ബേബി പാസ്റ്ററുമായിട്ട് കടന്നു വന്ന് ഈ ദേശത്ത് പരസ്യങ്ങൾ നടത്തുവാൻ കർത്താവ് സഹായിച്ച് മറ്റ് ദേവദാസന്മാരുമായിട്ട് ചേർന്ന് ഈ ദേശത്ത് കടന്നു വന്ന് പരസ്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് ദൈവത്തിന്റെ വചനം ഒരു മിനി കൺവെൻഷൻ കൂടെ സംസാരിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പേരും കൂടെ ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയ ബഹുമാനപ്പെട്ട എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമുക്ക് കാലാവസ്ഥ ഇത്രത്തോളം അനുകൂലമാക്കി നൽകിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപാട് മുഖവരകളൊന്നും പറഞ്ഞ് സമയങ്ങളെ കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രിയിലെ അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേനാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സാദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ ഈ രാത്രികാലം ഞങ്ങൾ വായിച്ചു കേട്ടതായ തിരുവെഴുത്തിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് ദൈവത്തിന്റെ ആലോചനകൾ സംസാരിപ്പാൻ കടന്നു വന്ന ദൈവദാസിദാസന്മാരോട്, ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചനകൾ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ കർത്താവ് നിറയ്ക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവവചനം വായിച്ചു കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾക്കുവാൻ കഴിഞ്ഞില്ല, എങ്കിലും ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ മൈക്കിൽ കൂടെ ഒന്നുകൂടെ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള ചില വാക്യങ്ങളാണ്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിപ്പാനിടയായി തീർന്നത്. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ഒരു തലക്കെട്ട് നൽകുകയാണെങ്കിൽ
യേശുവിനെ കാണുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാത്രികാലം സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. യേശുവിനെ കാണുക, അല്ലെങ്കിൽ യേശുവിനെ അറിയുക, യേശുവിന്റെ സ്നേഹം അറിയുക എന്നൊക്കെ ഒരു പേര് വേണമെങ്കിൽ ഈ തലക്കെട്ടിന് നൽകുവാൻ ഇടയാകും. അപ്പോൾ തന്നെ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഈ വിഷയങ്ങളെ ആധാരമാക്കിയാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന യേശുവിനെ നോക്കി സ്നാപക യോഹന്നാൻ പറയുവാൻ ഇടയായി തീർന്നു, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്ന ആ വേളയിൽ ഈ സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാർ യേശുവിനോട് ചേർന്ന് യേശുവുമായിട്ട് യേശു എവിടെ പാർക്കുന്നു എന്നറിയുവാൻ വേണ്ടി യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാനിടയായി. അങ്ങനെ അവർ രാത്രിയിൽ യേശുവുമായിട്ട് അല്പസമയം സംസാരിപ്പാനിടയായി. ആ സംസാരത്തിന്റെ ഒടുവിൽ അവരന്ന് ആ ദിവസം അവിടെ പാർക്കുവാനിടയായി. സംസാരത്തിന് ശേഷം 2 ശിഷ്യന്മാരിൽ, അതായത് സ്നാപക യോഹന്നാന്റെ 2 ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയോസ് ആണ്, അത് പത്രോസിന്റെ സഹോദരനാണ്. അദ്ദേഹം ചെന്ന് തന്റെ സഹോദരനായ പത്രോസിനെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ മശിഹയെ കണ്ടിരിക്കുന്നു എന്ന് ഈ പത്രോസിനോട് പറയുവാനിടയായി. മശിഹ എന്ന് വെച്ചാൽ ആരാണ്? മശിഹ എന്താണ്? മശിഹ എന്ന ചിന്ത എന്താണ്? ഇതൊക്കെ നാം വേദപുസ്തകം വളരെ ആഴമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും പഴയ നിയമഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ മശിഹയെ കുറിച്ചുള്ള ചിന്തകൾ വളരെ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരേറെ കാത്തിരുന്നതായ ഒരു വ്യക്തിത്വമാണ് മശിഹ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ മശിഹയെ കാത്തിരുന്നത് എന്നുള്ള ഒരു ചിന്ത നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർ ഒട്ടനവധി പീഡനങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു ജനതയാണ്. ഒരുപാട് വലിയ സാമ്രാജ്യങ്ങൾക്ക് ഇവർ അടിമകളായി തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒന്നാമതായി നാം നോക്കുകയാണെങ്കിൽ മിസ്രൈമിലേക്ക് ഈ ജനം അടിമകളായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ അടിമത്തത്തിലൊക്കെയും ഇവരായിരിക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, ഞങ്ങൾക്ക് ഒരു രക്ഷകനായ മശിഹ വരുവാനിടയാകും. ഈ ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് ആദ്യമായി നൽകിയത് നിത്യനായ ദൈവം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളൊരു ചിന്ത, എന്നുള്ളൊരു ദൂത് ആദ്യമായി ഈ ജനത്തോട് സംസാരിക്കുന്നത് നിത്യനായ ദൈവമാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് ഒരു രക്ഷകനായ ക്രിസ്തു അല്ലെങ്കിൽ ഒരു മശിഹ വരും എന്നുള്ളത് ഇവരുടെ ഹൃദയത്തിലേക്ക് ആഴമായി നൽകിയത് നിത്യനായ ദൈവം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം ഇവരോട് ഈ ദൂത് അറിയിക്കുമ്പോൾ, ദൈവം ഇവരോട് ഈ മശിഹയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ദൈവം സംസാരിച്ചതും ഇവർ മനസ്സിലാക്കിയതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്, യഹൂദന്മാർ ചിന്തിച്ചിരിക്കുന്നത് ഒരു മശിഹ വരികയും തങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കുകയും തങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തുകയും തങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉന്നതമായി നിൽക്കുന്നതായ ഒരു നേതാവിനെയാണ് യഹൂദന്മാർ ആഗ്രഹിച്ചതെങ്കിൽ അവരുടെ ചിന്ത അവിടെ തെറ്റുവാനിടയായി. എങ്കിലും ഇവർ ഈ മശിഹയെ ആഗ്രഹിച്ചു. ഒന്നാമത് അവർ മിസ്രൈമിലേക്ക് അടിമകളായി പോകുവാനിടയായി. രണ്ടാമത് അശൂർ എന്ന് പറയുന്നതായ അസീറിയൻ സാമ്രാജ്യത്തിന് ഇവർ വളരെ നാളുകൾക്ക് ശേഷം അടിമകളായി പോകുവാനിടയായി. അതിനുശേഷം ഇവർ ബാബിലോണിലേക്ക് പല കാലഘട്ടങ്ങളിലായിട്ട് അടിമകളായി പോയി. ഈ അടിമകളായി പോകുമ്പോഴൊക്കെയും ഇവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്ക് രക്ഷകനായി, ഞങ്ങൾക്ക് നാഥനായി ഒരു മശിഹ പിറക്കുവാനിടയാകും. ഓരോ കാലഘട്ടത്തിലും ഓരോ അടിമത്തത്തിൽ പോകുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ആ ഓരോ കാലഘട്ടങ്ങളിലും ഇവർക്ക് വേണ്ടി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാനിടയായിത്തീരും. ഒന്നാമത് മീഖ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് സംസാരിപ്പാനിടയായി തീർന്നു, നിങ്ങൾക്കുള്ള രക്ഷകനായ മശിഹ അത് ബേത്ലഹേമിൽ ജനിപ്പാനിടയായി തീരും. രണ്ടാമത് അവരോട് യെശയ്യാ പ്രവചനത്തിൽ കൂടെ പറയുവാനിടയായി തീർന്നു, അവൻ കന്യകയിൽ കൂടെ ജനനം പ്രാപിപ്പാനിടയായി തീരും. പിന്നീട് അവൻ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിക്കുവാനിടയായി തീരും. എന്നിങ്ങനെ മശിഹയെ കുറിച്ചുള്ള ആഴമായ ചിന്ത ഈ ജനത്തിന്റെ ഉള്ളിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരുന്നു. ഇവർ ഈ മശിഹയെ ഇങ്ങനെ ആഗ്രഹിച്ച് വളരെ നൂറ്റാണ്ടുകൾ നടക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഏതു കുഞ്ഞിനോട് ചോദിച്ചാലും അവരുടെ ഉള്ളിൽ ഒരു രക്ഷകനായ മശിഹയെ കുറിച്ചുള്ള ചിന്ത അവർക്ക് എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്.
അപ്പോൾ ഈ മശികയെ ഇവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യം ഇവരെ അടിമകളാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഗ്രീസ് സാമ്രാജ്യം ഇവരെ അടിമകളാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം റോമാ സാമ്രാജ്യം ഇവരെ അടിമകളാക്കുവാനിടയായി തീർന്നു. പല പല കാലഘട്ടങ്ങളിൽ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളിൽ കൂടെ ഈ ജനം കടന്നു പോകുമ്പോഴും ഇവരുടെ ഉള്ളിലെ ആഗ്രഹം, ഞങ്ങൾക്ക് രക്ഷകനായി, ഞങ്ങളെ വീണ്ടെടുപ്പുകാരനായി, ഞങ്ങളുടെ യുദ്ധങ്ങൾ നടത്തുവാൻ, ഞങ്ങളുടെ രാഷ്ട്രം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഒരു മശിക വരും എന്നുള്ള ചിന്ത ഇവരുടെ ഉള്ളിൽ ആഴമായി ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവരുടെ ചിന്തകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതാ ഈ രണ്ട് ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ ഇവരോട് സംസാരത്തിൽ, യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള പ്രവാചകന്മാരിൽ കൂടെ, സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടെ ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ ആ മശികയാണിത്. എങ്ങനെ അവർക്കത് മനസ്സിലായി? ഒന്നാമത്തെ കാര്യം, യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇവർക്കിത് മനസ്സിലാകുവാനിടയായി. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ ആത്മാവ് അവരിൽ കൂടെ സംസാരിച്ച ശ്രേഷ്ഠനായ നിത്യനായ മശിക ഇത് തന്നെയാണ് എന്ന് യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർക്ക് മനസ്സിലാകുവാനിടയായി. ഇവർ മനസ്സിലാക്കിയ കാര്യം ഈ പത്രോസിനോട് വന്ന്, അന്ത്രയോസിന്റെ സഹോദരനായ പത്രോസിനോട് വന്ന് പറയുക മാത്രമല്ല, ആ ദിവസം തന്നെ പത്രോസുമായിട്ട് ഈ അന്ത്രയോസും സഹോദരങ്ങളും ചേർന്ന് യേശുവിന്റെ അടുക്കലേക്ക് പത്രോസിനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ പത്രോസിനെ കണ്ട മാത്രയിൽ യേശു പറയുവാനിടയായി തീർന്നു, തന്റെ പിതാവിന്റെ പേര് പറയും, നീ യോഹന്നാന്റെ മകനാണ്, നിന്റെ പേര് പത്രോസ് എന്നാണ്, നിന്റെ പേര് ശീമോൻ എന്നാണ്, നിനക്ക് പേര് പത്രോസ് എന്ന് വരും, നിനക്ക് കേഫാവ് എന്ന് പേരാകും, നീ ഏത് സമയത്തും ചാഞ്ചാടുന്നവനും അതുപോലെ തന്നെ ഉറപ്പില്ലാത്തവനുമാണ്, പക്ഷേ നിന്നെ ഞാൻ ഉറപ്പുള്ള ഒരു മനുഷ്യനാക്കി തീർക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് ആലോചന പറഞ്ഞു. യേശു അദ്ദേഹത്തോട് നേരിട്ട് ആലോചന പറയുവാനിടയായി തീർന്നു. നമുക്കറിയാം, ഒരാലോചന കഴിഞ്ഞാൽ ഏത് മനുഷ്യനും അവിടെ നിൽക്കുവാനിടയായിത്തീരും. പക്ഷേ അദ്ദേഹത്തിന്റെ, യേശുവിന്റെ അല്ലെങ്കിൽ കൂടെ വന്ന ശിഷ്യന്മാരുടെയൊക്കെ ചിന്തകളെ അപ്രസക്തമാക്കിക്കൊണ്ട് പത്രോസ് അവിടെ നിന്ന് കടന്നു പോകുവാനിടയായി. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിൽ കൂടെയുള്ള ദൂതുകളെ കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവചനം കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ആദ്യം ചിന്തിക്കുന്നത്, ഈ പ്രവചനം എന്റെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്നെ നിത്യത്തിലേക്ക് നടത്തുന്നതാണോ? ഇതൊന്നും ഒരു മനുഷ്യനും ചിന്തിക്കത്തില്ല. എനിക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ ഒട്ടനവധി പേരോട് സുവിശേഷം പങ്കുവച്ചിട്ടുള്ളവരാണ്, അവരോടൊക്കെ ഒട്ടനവധി ദൂതുകൾ കൈമാറിയിട്ടുള്ളവരാണ്. വ്യക്തിപരമായി ഓരോ മനുഷ്യരോടും ഞാനും നിങ്ങളുമൊക്കെ ദൂതുകൾ കൈമാറിയിട്ടുള്ളവരാണ്. അവരാരും നമ്മുടെ ദൂതുകൾ കേട്ട് പലപ്പോഴും അടുത്തു വരാറില്ല. എന്താണ് അതിന് കാരണം? ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ ദൂതുകളെ ഈ മനുഷ്യരോട് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യർ അതിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യാറ്. എനിക്കും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെ സുവിശേഷം പറയുമ്പോൾ പലരും പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാറുണ്ട്. അവർക്കിതൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇതെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ മനുഷ്യരൊക്കെ മാറിപ്പോകുവാനിടയാകും. എന്നാൽ ജീവിതത്തിൽ തങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് ഈ ദൈവദാസന്മാരുടെ, ദൈവസഭകളെ അവർ അന്വേഷിപ്പാനിട ായിത്തീരും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ട്? ആരാധിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ട്? ഞങ്ങളുടെ വിഷയങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും ഓടി വരാറുണ്ട്. നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയട്ടെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോടെ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ യേശു എന്ന രക്ഷകനെ കണ്ടെത്തുകയും ആ യേശു എന്ന രക്ഷകന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം എന്ന് പറയുന്നത്. അത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളതായ ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ നിത്യനായ ഒരു ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിനെ അറിയുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷ യോഗം ഈ ദേശത്ത് ദൈവം നിയോഗിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് ആയുസ്സിന്റെ മധ്യത്തിൽ നാം പട്ടുപോകാതെ ഏത് നിമിഷവും ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. അതിനുള്ളിലായിട്ട് യേശുവിനെ അറിയുക, യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശുവിനെ അറിയുക എന്നുള്ളതാണ്. എന്നാൽ പത്രോസ് യേശുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിത്യമായ തൊഴിൽ എന്താണോ അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. ബേത്സയിദ കടൽക്കരയിൽ താൻ പലപ്പോഴും
മത്സ്യബന്ധനത്തിനായി കടന്നു പോകുന്ന മനുഷ്യനാണ്. തന്റെ സ്നേഹിതന്മാരോടും പിതാക്കന്മാരോടും ഒക്കെ ചേർന്ന് പലപ്പോഴും താൻ അധ്വാനിക്കുന്നതായ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ആലോചനകളെ കേട്ട് സഹോദരങ്ങൾ പറഞ്ഞു ഇത് മശികയാണ്, അതൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. യേശുവിനെ അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞ ആലോചനകൾ അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഇന്നും പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി ആലോചനകൾ പല മനുഷ്യരോടും പറയുമ്പോൾ അവർക്കാർക്കും ഇതൊന്നും അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ പത്രോസ് വളരെ നാളുകൾക്ക് ശേഷം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പുരുഷാരം യേശുവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. അതായത് യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കെങ്കിലും കേൾക്കുവാൻ വേണ്ടി അവിടെ ഉള്ളതായ ജനം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് രാത്രി മുഴുവനും അധ്വാനിച്ചു വന്നതായ പത്രോസും കൂട്ടരും അവർക്കൊന്നും ലഭിക്കാതെ നിരാശരായി ഏറ്റവും വേദനപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ സംസാരമൊക്കെ തീർന്ന് ദൈവവചനത്തിന്റെ ആലോചനകളെയൊക്കെ കൂടി വന്ന ജനത്തോട് യേശു സംസാരിച്ചതിനന്തരം യേശു പത്രോസിനോട് പറയുകയാണ്, പത്രോസേ നീ ആഴത്തിലേക്ക് വല വീശുക എന്ന് പറഞ്ഞു. യേശുവിനെ ഇതിനു മുൻപ് പത്രോസിനെ അറിയാം. ഞാൻ നേരത്തെ അത് സൂചിപ്പിക്കാനിടയായി. അന്ത്രയോസുമായിട്ട് താൻ യേശുവിന്റെ അടുക്കൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ അറിയാവുന്നത് കൊണ്ട്, യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടായത് കൊണ്ട് പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ടിട്ട് പറയുകയാണ്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിപ്പാനിടയായി, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആഴത്തിലേക്ക് വല വീശുകയാണ്. ഈ വല വീശൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ പടക് നിറയുവാനിടയായിത്തീർന്നു. അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിടയായിത്തീർന്നു. പെരുത്ത മീൻകൂട്ടം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ആഴമായ സന്തോഷമുണ്ടായി. നമുക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ പല ജോലികൾ ചെയ്യുന്നവരാണ്, പല ബിസിനസ്സുകൾ ചെയ്യുന്നവർ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ ഒരു ബിസിനസ് ചെയ്ത് അതിനൊരു ലാഭം ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് അത് ഏറ്റവും അധികമായിട്ട് വർദ്ധിപ്പിക്കാനേ ഏതൊരു മനുഷ്യനും ശ്രമിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ ചരിത്രമാകെ മാറുകയാണ്. പെരുത്ത മീൻകൂട്ടം ലഭിച്ചപ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വന്ന് പത്രോസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നീ എന്നെ വിട്ടു പോകണം. എന്റെ ചിന്തയുടെ ഒന്നാമത്തെ ഭാഗം പറയട്ടെ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും പാപത്തെ അവന് ബോധ്യം വരുവാനിടയായിത്തീരും. നീ പാപിയാണെന്നും നീ പാപത്തിൽ ജീവിക്കുന്നു എന്ന് ഒരു മനുഷ്യനോടും നേരിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിത്യനായ രക്ഷകനെ നേരിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പാപത്തെ അവന് ബോധ്യം വരുവാനിടയായിത്തീരും. ഇന്നത്തെ രാത്രി ചിന്തയിൽ യേശുവിനെ ആഴമായി അറിയുവാനിടയായി തീരട്ടെ. യേശു എങ്ങനെയുള്ള മനുഷ്യനാണെന്ന്, യേശു എങ്ങനെയുള്ള ദൈവമാണെന്ന്, യേശു എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചതെന്ന് ഇന്ന് രാത്രികാലം ഈ ദേശം അറിയുവാനിടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും അത് ഒരു വേദന ഉളവാക്കും, ഇത് ഞങ്ങൾക്ക് മടിപ്പുളവാക്കുമെന്ന് പലരും നമ്മളോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സുവിശേഷം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനിടയാകും. പലരും സുവിശേഷം കേട്ട് ഇത് ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നില്ല, വലിയ ശബ്ദ കോലാഹലമാണ് എന്ന് പറഞ്ഞ് പലരും ഓടിപ്പോകാറുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ എവിടെയെങ്കിലും സുവിശേഷ യോഗമുണ്ടോ, എവിടെയെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് ചിലർ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ യേശുവിനെ ഈ രാത്രികാലം നമുക്ക് അറിയുവാനിടയായി തീരട്ടെ. ഞാനും നിങ്ങളും ഇതുവരെ കണ്ടതുപോലെയല്ല, ഞാനും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതുപോലെയല്ല. യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവുമായി കൂടെ ഉള്ളതായ ഒരു സമ്പർക്കം പുലർത്തുവാൻ യേശുവിനെ ഒന്ന് അടുത്തറിയേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ യേശുവിനെ ഒരുപാട് നാളായി കണ്ടിട്ടുള്ളവരാണ്, യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ് എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് വരാനിടയാകും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ യേശു ജീവിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ യേശുവിനെ ഒട്ടനവധി പേര് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശുവുമായിട്ട് ഒട്ടനവധി പേർ സമ്പർക്കം പുലർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശുവുമായിട്ട് ഒട്ടനവധി പേർ സഞ്ചരിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ ഒന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ചേഞ്ച് വരുവാനിടയായി തീർന്നിട്ടില്ല. ആരെല്ലാം യഥാർത്ഥമായി യേശുവിനെ അംഗീകരിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വന്ന് യേശുവിനെ അംഗീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ മാത്രമേ ചേഞ്ച് വരുവാനിടയായി തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് സുവിശേഷം കേൾക്കുന്ന എല്ലാവർക്കും പരിവർത്തനം വരുമെന്നും അവരുടെ മനസ്സിന് മാറ്റം വരുമെന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ആര് ആത്മാർത്ഥമായി യേശുവിനെ എനിക്ക് അറിയണം, യേശുവിന്റെ സ്നേഹം എനിക്ക് അറിയണമെന്ന് ആര് ഹൃദയത്തിൽ ചിന്തിക്കുന്നു അവരുടെ ഉള്ളിലേക്ക് യേശു വരുവാനിടയായിത്തീരും. അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹം കടന്നു വരുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. യേശുവിനെ കൂടുതലൊന്ന് അറിയുവാൻ, യേശുവിന്റെ ആ സ്നേഹത്തെ കൂടുതലൊന്ന് അറിയുവാൻ യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ്.
വേദഭാഗങ്ങളൊന്നും തുടർന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യക്തികളെ പരിചയപ്പെടുത്തി പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. തിമായുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ. അദ്ദേഹം യേശുവിനെ കണ്ടിട്ടില്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരു സൗഖ്യം വേണമെന്ന് പലരിൽ കൂടെ കേട്ടു. അതായത് യേശു എന്നൊരു മനുഷ്യനുണ്ട്, രക്ഷകനായ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് കേട്ടിട്ട് ഒരിക്കൽ യേശുവിനെ കാണുവാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിച്ചു. ഇങ്ങനെ ആഗ്രഹിച്ച് മുൻപോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് യേശു ആ വഴിയായിട്ട് വരികയാണ്. ഈ വഴിയായിട്ട് യേശു വരുന്നു എന്ന് ഈ പുരുഷാരത്തിൽ കൂടെ തനിക്ക് അറിയുവാൻ ഇടയായി തീർന്നപ്പോൾ അദ്ദേഹം ഉറക്കം നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ കൂടെ നിന്നതായ പല മനുഷ്യരും അദ്ദേഹത്തോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്ക്, ശബ്ദമുണ്ടാക്കരുതെന്ന് അദ്ദേഹത്തെ അമർച്ച ചെയ്യുവാനിടയായി തീർന്നു. ആ അമർച്ച ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം അത്യുച്ചത്തിൽ നിലവിളിപ്പാനിടയായി തീർന്നു. ഈ നിലവിളിക്ക് മുമ്പിൽ യേശു നിൽക്കുവാനിടയായി. യേശു നിന്നിട്ട് ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ യേശു കൽപ്പിച്ചു. അടുത്ത് വന്നിട്ട് യേശു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അദ്ദേഹം പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതുവരെയും യേശുവിനെ കുറിച്ചൊരു കേൾവി മാത്രമേ താൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ യേശു തന്റെ അടുക്കലേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം? അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് സൗഖ്യം പ്രാപിക്കണം, എന്റെ കണ്ണ് കാണണമെന്ന് പറഞ്ഞു. അടുത്തത് ഇദ്ദേഹം കണ്ണ് തുറക്കുമ്പോഴേ കാണുന്നത് ഉലകത്തിന്റെ നായകനായ യേശു കർത്താവിനെ കാണുന്നത്. യേശുവിനെ കണ്ട ഈ മനുഷ്യൻ, ആ അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ അവസാനം ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അദ്ദേഹം യേശുവിനെ യാത്രയിൽ അനുഗമിപ്പാനിടയായി. പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടവന്റെ ജീവിതത്തിൽ ചേഞ്ച് വരും. യേശുവിനെ കണ്ടവന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിപ്പാനിടയായി തീരും. യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാനിടയാകും. പലരും യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിന്റെ സൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്, യേശുവിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടുണ്ട്. അവരിൽ പലരും യേശുവിനെ തള്ളിക്കളഞ്ഞു പോകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിന്റെ സ്നേഹം അറിഞ്ഞിട്ട് നീ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്നവനാണോ? ഒരു പക്ഷേ ഈ സ്നേഹം നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് നീ പോകുവാനിടയായി തീരും. ഇനി ഒരു അവസരം ലഭിക്കാനിടയായി തീരത്തില്ല. ഈ ലോകത്ത് ഏറ്റവും ആഴമായി നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം ഞാനും നിങ്ങളും മറന്നു കളഞ്ഞു പോകരുത്. യേശുവിനെ ഇദ്ദേഹം അനുഗമിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ ഈ തിമായിയുടെ മകനായ ബർത്തിമായോട് പറഞ്ഞതുപോലെ പലരും പറയും, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് നമ്മോട് പറയുവാനിടയായി തീരും. ഞാനും ഇവിടെ ആയിരിക്കുന്ന പല ദൈവദാസന്മാരും പരസ്യങ്ങളിൽ വളരെ ശക്തമായി ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാരാണ്. വളരെ നാളുകൾക്ക് മുമ്പ് ഒരു പരസ്യയോഗത്തിന് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും പരസ്യയോഗം ചെയ്യുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്ത് ഒരു വ്യക്തി നമ്മളോട് പറയുക, ഇവിടെ പരസ്യയോഗം നടത്തണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തത്തില്ല. കാരണം നിർബന്ധിച്ചൊരു മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്നതല്ല സുവിശേഷം. ഒരു മനുഷ്യനോടും നിർബന്ധിച്ചോ പണം കൊടുത്തോ ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനും കഴിയത്തില്ല. പിന്നെയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുവിനെ ആഴമായി അറിയണം, യേശുവിനെ ആഴമായി കാണണം. എങ്ങനെ കാണുവാൻ കഴിയും? വചനത്തിൽ കൂടെ, യേശുവിൻ്റെതായ ദർശനത്തിൽ കൂടെ, പാട്ടുകളിൽ കൂടെയൊക്കെയും യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ഗലാത്യ ലേഖനത്തിൽ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാ. അതായത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് അക്ഷരികമായി കാണുവാൻ കഴിയത്തില്ല. പിന്നെയോ ദൈവവചനത്തിൽ കൂടെ യേശുവിനെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 1-ാം ഭാഗമായ 4 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ വളരെ ആഴമായി സുവിശേഷകന്മാർ വരച്ചു കാട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ മത്തായി സുവിശേഷകൻ യേശുവിനെ ഒരു രാജാവായി, യഹൂദന്മാർക്കായി ഒരു രാജാവ് പിറക്കും, ആ രാജാവ് യേശുവാണ് എന്ന് മത്തായി സുവിശേഷകൻ വെളിപ്പെടുത്തുമ്പോൾ മർക്കോസിന്റെ സുവിശേഷകൻ പറയുകയാണ് യേശു രാജാവ് മാത്രമല്ല, പിന്നെയോ സകല മനുഷ്യർക്കും വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ഒരു ദാസൻ കൂടെയാണ്. ഏത് മനുഷ്യന്റെ ഏത് വേദനയും ചുമക്കുവാൻ കഴിയുന്ന, ഏത് ഭാരവും ചുമക്കുവാൻ കഴിയുന്ന ഒരു ദാസൻ കൂടെയാണ് യേശു കർത്താവെന്ന് മർക്കോസ് വെളിപ്പെടുത്തുവാനിടയായി. അടുത്തതായിട്ട് ലൂക്കോസ് വന്ന് പറയുകയാണ്, യേശു ഒരു രാജാവ് മാത്രമല്ല, യേശു ഒരു ദാസൻ മാത്രമല്ല, പിന്നെയോ സകല മനുഷ്യന്റെയും വേദന അറിയുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മനുഷ്യൻ കൂടെയാണ്. മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും അറിയുവാൻ കഴിയുന്ന, മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ പാതകളും അറിയുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മനുഷ്യൻ കൂടെയാണ് യേശു കർത്താവ്.
പലരും വന്ന് യേശുവിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നു, ഇവൻ ദാവീദിന്റെ പുത്രനാണ്. ചിലർ പറഞ്ഞു ഇവൻ തച്ചന്റെ മകനാണ്. ചിലർ പറഞ്ഞു ഇവർ മറിയയുടെ മകനാണ് എന്നെല്ലാം പറയുവാനിടയായി തീർന്നു. പക്ഷേ യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, നിങ്ങൾ പറയുന്ന രാജാവ് യേശു തന്നെയാണ്, നിങ്ങൾ പറയുന്ന മനുഷ്യൻ യേശു തന്നെയാണ്, നിങ്ങൾ പറയുന്ന ദാസൻ യേശു തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാനൊന്ന് പറയാം, യഹൂദന്മാരെ, ജാതികളെ, എന്റെ ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, ഞാൻ തൊട്ട്, ഞാൻ കണ്ട്, ഞാൻ രുചിച്ചറിഞ്ഞതായ ഒരു യേശുവുണ്ട്. അവൻ നിത്യനായ ദൈവമാണ്. ഒരു മനുഷ്യനും അടക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനും നീക്കിവെക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഒരിക്കലും തകർക്കുവാൻ കഴിയാത്ത നിത്യനായ, അദൃശ്യനായ, ശക്തനായ ദൈവമാണ് യേശു കർത്താവെന്ന് യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ഈ യോഹന്നാൻ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, അതായത് ആദിയിൽ ലോഗോസ്, അതായത് പുത്രൻ ഉണ്ടായിരുന്നു, യേശു ആദ്യമേ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ ഏതെല്ലാം മനുഷ്യൻ എന്തെല്ലാം ഉണ്ടായി എന്ന് നമുക്ക് മുമ്പിൽ ശാസ്ത്രങ്ങൾ തെളിയിച്ചാലും അതിനൊക്കെ ആരംഭമായി എന്റെ കർത്താവ് ഈ ലോകത്തുണ്ടായിരുന്നു. ആദിയിൽ തന്നെ എന്റെ യേശു ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ വന്ന്, യഹൂദന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് അബ്രഹാമിനേക്കാൾ പ്രായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് യഹൂദന്മാരോട് യേശു പറയുവാനിടയായി. പ്രിയമുള്ളവരെ, യേശു നിത്യനായ ദൈവമാണ്. ആ ദൈവമായ യേശുവിനെ അറിയുവാനിടയായിത്തീരണം, അടുത്തറിയുവാനിടയായിത്തീരണം. യേശുവിനെ കുറിച്ച് കേൾക്കുകയല്ല, യേശുവിനെ കുറിച്ച് ഏതെങ്കിലും പാട്ടിൽ കൂടെ കേൾക്കുകയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചറിയുകയല്ല, ജീവിതത്തിൽ രുചിച്ചറിയുവാനിടയായിത്തീരണം. പരസ്യങ്ങൾക്ക് കടന്നു പോകുന്ന സമയങ്ങളിൽ പലരും ഞങ്ങളോട് പറയാറുണ്ട്, ഇവിടെ പരസ്യമൊക്കെ നടത്തണ്ട. ഞങ്ങൾ നടത്തത്തില്ല. കാരണം ഇത് ആരെയും അടിച്ചേൽപ്പിച്ച് കൊടുക്കുവാനുള്ള ഒരു കാര്യമല്ല സുവിശേഷം. അത് ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതാണ് സുവിശേഷം. പുനലൂരിന്റെ ദേശത്ത് ഞങ്ങൾ ഒരിക്കൽ ഒരു പരസ്യോഗം നടത്തുകയാണ്. പരസ്യോഗം നടത്തി ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടത്തി വരുമ്പോൾ, ഒരു ഭവനത്തിന് അടുത്ത്, ഏകദേശം കുറച്ച് ദൂരം, നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ കടയുടെ അത്രയും അകലം ഒരു ഭവനം, അതിന് ഇവിടെ നിന്ന് ഞങ്ങൾ പരസ്യോഗം നടത്തുവാൻ വേണ്ടി ബോക്സ് ഒക്കെ എടുത്ത് വെച്ചപ്പോൾ ഒരു ആന്റി അവിടെ നിന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇവിടെ സുവിശേഷ യോഗം നടത്തണ്ട, ഇവിടെ പരസ്യയോഗം നടത്തണ്ട. എന്റെ കാരണം പറഞ്ഞത് കൊച്ചവിടെ ഉറങ്ങുന്നു. ഞങ്ങൾ പറഞ്ഞു ശരി, നടത്തുന്നില്ല. ഞങ്ങൾ ബോക്സ് ഒക്കെ എടുത്ത് വെക്കാൻ നേരത്ത്, കാരണം ഇവിടെ നിന്ന് ഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല, അവിടെ കേൾക്കത്തില്ല. ഉറക്ക വിളിക്കണം, എന്നാലേ കേൾക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ബോക്സ് വെക്കുമ്പോൾ കുഞ്ഞിന് ഉറക്കത്തിൽ നിന്ന് അത് ഉണർന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ബോക്സ് ഒക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ നേരത്ത് ഈ ആന്റി അവിടെ പോയിട്ട് കൊച്ചിനെ ഉറക്കുകയാണ്. സാധാരണ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ തട്ടി ഏറ്റവും ശാന്തമായിട്ട് പാട്ടൊക്കെ പാടാൻ അറിയാവുന്നവര് ആ രീതിയിലാണ് കുഞ്ഞിനെ ഉറക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആന്റി അവിടെ നിന്ന് വാവോ 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 എന്ന് ഉറക്കെ പറയുവാനിടയായി. അപ്പൊ ഈ ശബ്ദം കേട്ട് ആ കൊച്ചു ഉണരും. അതേപോലെ ശബ്ദത്തിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടുന്ന് പോകണം. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവിടുന്ന് പോകാൻ വേണ്ടി ബോക്സ് ഒക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, സുവിശേഷം ഒരു മനുഷ്യനെ അടിച്ചേൽപ്പിക്കുകയല്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഒരു മനുഷ്യനും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയല്ല. പിന്നെയോ അത് ആഴത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ അനുഭവിച്ചറിയണം. പല രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് ഞങ്ങളിൽ പലരും. ജീവിതത്തിൽ ഇനി മുൻപോട്ട് വരത്തില്ല, ജീവിതത്തിന്റെ അവസാനമാണ്. ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഞങ്ങളുടെ ദേവദാസന്മാരെ ഞങ്ങൾ പലരും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തിൽ ഇനി അവർക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളോട് കണ്ടിട്ട് പറയുകയാണ്, വിശ്വാസികളൊന്നുമല്ല, വിശ്വാസികൾക്കും എല്ലാവർക്കും രോഗം വരാം, പക്ഷേ ഇവർ പറയാ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഇനി മുമ്പോട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മനുഷ്യൻ പറയുക പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴല്ല, നിനക്ക് ആരോഗ്യവും ബലവും ഉള്ളപ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ ശക്തിയുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യം സമ്പത്തും ഉള്ളപ്പോൾ നീ യേശുവിനെ അറിയുവാനിടയായിത്തീരണം, യേശുവിനെ കാണുവാനിടയായിത്തീരണം. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട അഭിഷേക്തന്മാർ ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ചിലർ കൂടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് എത്തുവാനിടയായിത്തീരണം. ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥയുടെ അനുകൂല സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊടുന്നനമേ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം യൗവനക്കാരിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഏത് പട്ടാപ്പകലും ഏത് മനുഷ്യനെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഒരു മടിയില്ലാത്ത അനുഭവത്തിൽ കൂടെ ലോകം പൊക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം ഒരു മനുഷ്യനെ മാറ്റുവാനിടയായിത്തീരും. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, യൗവനക്കാര, സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായിത്തീരും.
കഴിഞ്ഞ 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശു എന്റെ ജീവിതത്തെ മാറ്റുവാനിടയായി തീർന്നു. യേശുവിന്റെ സ്നേഹം എന്റെ ജീവിതത്തെ മാറ്റുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ തെരുവോരങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ നിന്ന് എന്റെ കർത്താവിനെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം ഏറ്റവും അടിസ്ഥാനപരമായി ഉയർത്തി പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. മനുഷ്യന് വിമോചനം വേണമെങ്കിൽ, മനുഷ്യന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, മനുഷ്യന് സന്തോഷം വേണമെങ്കിൽ, അവൻ അനുഭവിക്കുന്ന ഹൃദയത്തിന് അവന് സമാധാനം വേണമെങ്കിൽ യേശുവിന്റെ സുവിശേഷം അവൻ അറിയുവാനിടയാകണം. യേശുവിനെ അറിയുവാനിടയായി തീരണം. ഈ മനുഷ്യൻ യേശുവിനെ അറിഞ്ഞിട്ട് യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാനിടയായി. ഒന്നാമത്, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ ഏറ്റവും ആഴമായി മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യന്റെ പാപം അവന് ബോധ്യം വരുവാനിടയാണ്. നീ പാപിയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ അത്ഭുതം കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറയുക, ഞാൻ പാപിയാണ്. യേശു പറഞ്ഞു. പിന്നീട് സകലവും വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിപ്പാനിടയായി. പടകും വലയും സ്നേഹിതരെയൊക്കെ വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിപ്പാനിടയായി. തിമായുടെ മകനായ ബർത്തിമായി സൗഖ്യം ലഭിച്ചപ്പോൾ യേശുവിനെ അനുഗമിപ്പാനിടയായി തീർന്നു. ആരും പൈസ കൊടുത്തും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്ത് യേശുവിനെ അനുഗമിപ്പാൻ ആരോടും പറയരുത്. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കൂടുതൽ കാശ് കൊടുക്കുന്നിടത്തേക്ക് അവർ പോകുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, കാശ് കൊടുത്തോ മറ്റെന്തെങ്കിലും കൊടുത്തോ യേശുവിനെ അനുഗമിപ്പാൻ ആർക്കും കഴിയത്തില്ല. പിന്നെയോ ജീവിതത്തിൽ പരിവർത്തനം വരുവാനിടയായി തീർന്നു, ഹൃദയത്തിൽ പരിവർത്തനം വരുവാനിടയായി തീർന്നു. രണ്ടാമത്തെ വ്യക്തി യേശുവിനെ അനുഗമിപ്പാനിടയായി തീർന്നു. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ സക്കായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ശരീരഘടന എന്ന് പറയുന്നത് നമുക്കറിയാം, വായിച്ചിട്ടുള്ളവർക്ക്. കുറിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ പുരുഷാര നിമിത്തം യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാണുവാൻ കഴിയുന്നില്ല. ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ നിയമത്തിന് വിപരീതമായി ഇദ്ദേഹം ആഴമായി മനുഷ്യന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഇദ്ദേഹം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം, പലരിൽ കൂടെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിനെ ഒന്ന് കാണണം. ഇദ്ദേഹം മുൻപോട്ട് ഓടിയിട്ട് കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന് യേശു ആ വഴിയായിട്ട് വരുമ്പോൾ യേശുവിനെ കാണാം എന്ന് വിചാരിച്ച് കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ യേശു അതുവഴി വന്നിട്ട് ഈ കാട്ടത്തിയുടെ അടുത്ത് നിന്നിട്ട് സക്കായിയോട് പറയുക, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ബന്ധപ്പെട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് യേശു അദ്ദേഹത്തോട് പറഞ്ഞില്ല നീ പാപിയാണെന്ന്. യേശു പറഞ്ഞില്ല നീ ഏറ്റവും ആഴമായിട്ട് റോമാ സാമ്രാജ്യം നിനക്ക് നൽകിയിട്ടുള്ളതായ ആ ഒരു അധികാരത്തിൽ അപ്പുറത്തേക്ക് നീ മനുഷ്യനെ പിഴിഞ്ഞ് ആ മനുഷ്യനെ അനധികൃതമായി നീ സമ്പാദിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഈ മനുഷ്യൻ നിന്നിട്ട് പറയുകയാണ്, കർത്താവെ, ഞാൻ ചതിച്ച എന്തെങ്കിലും ഈ ജനത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഇരട്ടി ഞാൻ കൊടുക്കാം. ഞാൻ ദരിദ്രർക്ക് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ? യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ, യേശുവിനെ കാണുവാനിടയായി തീർന്നപ്പോൾ അവന്റെ പാപത്തെ അവന് ബോധ്യം വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ യേശുവിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ ആഴമായി അറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ പാപം അവന് ബോധ്യം വരികയും അതിൽ നിന്ന് അവന് വിമോചനം വരികയും ചെയ്യും. ഹല്ലേലൂയ. യേശു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചേഞ്ച് വരുത്തിയതുകൊണ്ടാണ് വളരെ വിദൂരതയിൽ നിന്നും ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച് സമൂഹത്തിന് കൊള്ളാത്തവരായി, സഹോദരങ്ങൾക്ക് കൊള്ളാത്തവരായി ജീവിച്ച പലരും ഇതിന്റെ നടുവിലുണ്ട്. പക്ഷെ യേശുവയുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, യേശുവയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവിടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകുവാനിടയായി. ഈ സക്കായിയുടെ ജീവിതത്തിലും യേശു ചേഞ്ച് വരുത്തുവാനിടയായി തീർന്നു. പലരുടെ ജീവിതത്തിലും യേശു ചേഞ്ച് വരുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. നാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു ശമരിയക്കാരി സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി യേശുവിനോട് പറയുവാനിടയായിത്തീർന്നു. യേശു ആദ്യം സംസാരിക്കുമ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, യജമാനനെ എന്ന് വിളിച്ച് സംസാരിപ്പാനിടയായിത്തീർന്നു. അവിടെ പാപങ്ങളെ കുറിച്ച് യേശു ബോധ്യം വരുത്തിയപ്പോൾ നീ പ്രവാചകൻ എന്ന് പറയുവാനിടയായി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ, സംസാരിച്ചു പോകുമ്പോൾ, അവൻ ഒരു പക്ഷേ മശികയായിരിക്കുമെന്ന് ജനത്തോട് ഈ സ്ത്രീ പറയുവാനിടയായിത്തീർന്നു. കടന്നു വന്ന ജനം പറയുകയാണ്, നിന്റെ വാക്കുകൊണ്ടല്ല, പിന്നെയോ ഇനി ഞങ്ങൾ ഇത് കണ്ടിട്ട്, അതായത് യേശുവിനെ നേരിട്ട് കണ്ടിട്ട്, യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി വരുവാനുള്ള മശിക ഇവൻ തന്നെയാണ്. ഹല്ലേലൂയ. അതായത് യേശുവിനെ അടുത്തറിയുന്നവർക്ക് യേശുവിന്റെ ദൈവത്വത്തെയും യേശുവിന്റെ സ്നേഹത്തെയും മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായിത്തീരും. യേശുവിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുവാനിടയായിത്തീരും. യേശുവുമായിട്ട് കൂടുതൽ അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർക്ക്
യേശുവിന്റെ ഭാവം ഉണ്ടാകുവാനിടയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതായത് യേശുവിനെ കണ്ടെത്തിയ, യേശുവിനെ അറിഞ്ഞ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകുവാനിടയാണ്. നാം ദേശത്തോടൊക്കെ സുവിശേഷം വിളിച്ചറിയിക്കാറുണ്ട്, നല്ല കാര്യമാണ്. എല്ലാ മനുഷ്യരും സുവിശേഷം വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ രാത്രികാലം ദൈവവചനം നമ്മോടും ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നവരെന്ന് പറയുന്നു, ഞാനും നിങ്ങളും യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നവരെന്ന് പറയുന്നു. പക്ഷെ എന്റെയും നിങ്ങളുടെ ലൈഫിൽ യേശു വരുത്തിയ മാറ്റങ്ങൾ ഉണ്ടോ? ഹല്ലേലൂയ. എന്നെയും നിങ്ങളെ കാണുമ്പോൾ, എന്റെയും നിങ്ങളുടെ സമൂഹത്തിൽ എന്റെ സ്നേഹിതർ, എന്റെയും നിങ്ങളുടെ സ്നേഹിതർ നമ്മെ കാണുമ്പോൾ യേശു എന്നിൽ ഉണ്ട് എന്ന് അറിയുവാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. അതായത് നിരന്തരമായി നമ്മുടെ ഭവനത്തിൽ വരുന്ന പത്രത്താളുകൾ നാം പരിശോധിക്കുമ്പോൾ ആ നമ്മുടെ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയും. എന്നതുപോലെ യേശുവുമായി സമ്പർക്കമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശുവിനെ അവനിൽ വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. നിർഭാഗ്യമെന്ന് പറയട്ടെ, പലരും യേശുവിനെ അറിയാമെന്ന് പറഞ്ഞിട്ടും യേശുവിന്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവരിൽ ക്രിസ്തുവിന്റെ ഭാവമില്ല. ഹല്ലേലൂയ. നമ്മൾ ദേശത്തോട് മാത്രം സുവിശേഷം അറിയിക്കുന്നവരാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുവാനുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചേഞ്ച് വരുത്തുവാനിടയാകണം. ഈ ലോകം നമ്മെ കാണുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് നമ്മെ കുറിച്ച് പറയുവാനിടയായി തീർണം. ഇവർ ക്രിസ്തുവിനെ കണ്ടവരെന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ യേശുവിന്റെ ഭാവം ഇവരിൽ ഉണ്ട് എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുവാനിടയാകണം. പത്രോസ് യേശുവിനെ പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ, പടയാളികൾ പോകുന്ന സമയത്ത് യേശുവിന്റെ പിന്നാലെ അനുഗമിപ്പാനിടയായി തീർന്നു. അടുക്കളത്തിലിരിക്കുന്ന സമയത്ത് പത്രോസിന്റെ അടുക്കൽ സംസാരിക്കുന്ന ഒരു ബാല്യക്കാരത്തി പറയുകയാണ്, ഇവനും യേശുവിന്റെ കൂടെ ആയിരുന്നു. അത് പറയാൻ കാരണം ഇവന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നു. ഹല്ലേലൂയ. അതായത് ഈ മനുഷ്യൻ യേശുവിനെ അറിഞ്ഞു, യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ അനുഗമിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചേഞ്ച് വരുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞവരെന്നും യേശുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും നോക്കുന്ന പലരോടും പറയുക അവരാണ് ഒരു വിശ്വാസി, അവനാണ് ഒരു ദൈവദാസൻ, അവനാണ് ഒരു ദൈവവൈതൽ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ മനുഷ്യന്റെ ജീവിത ശൈലികൾ മാറുവാനിടയായി തീർന്നു. അങ്ങനെയല്ല. യേശുവിനെ കണ്ടറിഞ്ഞവൻ, യേശുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവന്റെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് വരുവാനിടയായിത്തീരും. അവന്റെ സംസാരം പാടെ മാറുവാനിടയായിത്തീരും. അവന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുവാനിടയായിത്തീരും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏറ്റവും സ്നേഹമായി സംസാരിപ്പാനിടയായിത്തീരും. ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം അവനിൽ നിന്ന് പുറത്തു വരുവാനിടയാകും. ഇതാണ് യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ യഥാർത്ഥമായി കണ്ടിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകതകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, യേശുവിനെ ആഴമായിട്ട് നാം അറിയണം. ഇതുവരെയും ഞാനും നിങ്ങളും യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാ. ദേശനിവാസികളിൽ പലരും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഒരു കാര്യം, ഇതുവരെയും ആഴമായിട്ട് യേശുവിനെ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവെ അങ്ങന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വന്ന് എന്റെ ജീവിതത്തിന്റെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആ വിഷയങ്ങളിൽ നിന്ന് എനിക്കൊരു പരിഹാരം നൽകണമേ എന്ന് ആര് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, അവരിലേക്ക് യേശു കടന്നു വരുവാനിടയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വാക്യം നമുക്കറിയാം. പലപ്പോഴും അത് വെളിയിലേക്കാണ് നാം പറയാറുള്ളതെങ്കിലും പലപ്പോഴും വിശ്വാസികളുടെ ഇടയിലും ഇത് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. പലപ്പോഴും യേശുവിനെ അനുഭവിച്ചറിഞ്ഞവർ, യേശുവിനെ മനസ്സിലാക്കിയവർ യേശുവിനെ പലപ്പോഴും ഹൃദയത്തിന്റെ വെളിയിലേക്ക് തള്ളിക്കളയുവാനിടയായി. സ്നേഹനിധിയായ യേശു കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നിത്യനായ രക്ഷകനായ ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ച് ഹൃദയത്തിൽ യേശുവിനെ വഹിപ്പാൻ തയ്യാറാണെങ്കിൽ യേശു ഇന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുവാൻ യേശു ഹല്ലേലൂയ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നിന്ന് ഞാനും നിങ്ങളും മാറ്റപ്പെട്ടിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവനോടെ ശേഷിക്കുമ്പോൾ ഹല്ലേലൂയ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ അതാണ് ഏറ്റവും ധന്യകരമായ കാര്യം. ഒരു മനുഷ്യനെയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കും എല്ലാം അറിയാം. ശൗൽ എന്ന പേരുള്ളതായ പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമത്തെ ഏതെങ്കിലും വ്യക്തികൾ വിളിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ യേശുവിനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ തകർത്ത് കളയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച യഹൂദ മതത്തിൽ ഏറ്റവും തീഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്.
യേശുവിന്റെ നാമം ഏതെല്ലാം ദേശത്ത് അന്ന് റോമാ സാമ്രാജ്യം നിലനിന്ന ഏതെല്ലാം പട്ടണങ്ങളിൽ ആരെല്ലാം യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുണ്ടോ അവിടെയെല്ലാം കടന്നു ചെന്ന് ഈ ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലുകയും അവരെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരെ ഉപദ്രവിക്കുവാനും അധികാരികളുടെ കയ്യിൽ നിന്നും പത്രവും വാങ്ങി ഈ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പൗലോസ് തന്നെ തന്റെ ലേഖനങ്ങളിൽ പ്രസ്താവിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്, ഒടുവിൽ അകാലപ്രജ പോലെ എനിക്കും യേശു പ്രത്യക്ഷനാകുവാനിടയായി. യേശുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രികാലം ഒരു കാര്യം പറയാം, ആത്മാവിൽ അദ്ദേഹം യേശുവിനെ കാണുവാനിടയായി. ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് ഈ ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ വേണ്ടി താൻ സഞ്ചരിച്ച വാഹനമൃഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ താനും തന്റെ കൂട്ടാളികളും യാത്ര ചെയ്യുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അദ്ദേഹത്തെ അടിച്ച് താഴെയിടുവാനിടയായി. ആ വീഴ്ചയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, നീ ആരാണ് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ഹല്ലേലൂയ. അന്ന് ആ കാഴ്ചയിൽ ആത്മാവിൽ യേശുവിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചേഞ്ച് വരുവാനിടയായിത്തീർന്നു. പലരും സുവിശേഷകരെ ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ വേണ്ടി പലരും തുനിഞ്ഞിറങ്ങി. ഇന്നും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പല കോണുകളിലും സുവിശേഷകന്മാരെ ഉപദ്രവിക്കുവാൻ, സുവിശേഷം വിളിച്ചറിയിക്കുന്നവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യർക്ക് അസാധ്യമായ ചില കരങ്ങളുണ്ട്, മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ചില കരങ്ങളുണ്ട്, മനുഷ്യർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി, ലോകത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായി അദൃശ്യമായ ദൈവത്തിന്റെ കരമുണ്ട്. പൗലോസ് എന്ന ശൗലിനെ ഹല്ലേലൂയ മാറ്റിമറിച്ചതായ ഒരു സുവിശേഷത്തിന്റെ ശക്തിയുണ്ട്, അത് യേശുവിന്റെ ശക്തിയുണ്ട്. അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ശബ്ദം കേൾക്കുന്നവർ, സുവിശേഷകരെ ദൈവമക്കളെ എവിടെ ഉപദ്രവിച്ചാലും അത് അവരെ ഉപദ്രവിക്കുന്നത് യേശുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷകർ യേശു അനുഭവിച്ചതായ, യേശുവിനെ ആഴമായിട്ട് അറിഞ്ഞതായ, യേശുവിനെ ഏറ്റവും രുചികരമായി അല്ലെങ്കിൽ ഏറ്റവും അടുത്തറിഞ്ഞ ജീവിതത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ, നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് യേശുവിനോട് സംസാരിക്കുന്ന തുല്യമാണ്. നിങ്ങളോട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശുവിനെ തെറി പറയുന്നതിന് തുല്യമാണ്. യേശു ആ മനുഷ്യനെ തൊടുവാനിടയായി. ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിപ്പാനിടയായി തീർന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പിന്നീട് എല്ലാ നാളും യേശുവിന് വേണ്ടി താൻ ഒഴിഞ്ഞു വെപ്പാനിടയായി തീർന്നു. യേശുവിന് വേണ്ടി ഈടുറ്റ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് അദ്ദേഹം നൽകുവാനിടയായി തീർന്നു. ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടങ്ങൾ സഹിപ്പാനിടയായി തീർന്നു. ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോഴും ഈ ബുദ്ധിമുട്ടൊക്കെയും സഹിക്കുമ്പോഴും യേശുവിന് വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽപ്പാനിടയായി തീർന്നു. റോമാലേഖനവും കൊരിന്ത്യർ ലേഖനവും ഒക്കെ നാം വായിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്. ഹല്ലേലൂയ. അതായത് യേശുവിനെ ആഴമായിട്ട് അറിഞ്ഞതായ, യേശുവിനെ അടുത്തറിഞ്ഞതായ ഒരു ഭക്തൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്, നമ്മെ വേർപിരിക്കുന്നതാര്. യേശുവിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ എന്ത് സുഖങ്ങൾ കൊടുത്താലും എന്ത് നന്മകൾ കൊടുത്താലും യേശുവിന്റെ സ്നേഹം വിട്ട് ഒരിക്കലും ഒരു മനുഷ്യനും എങ്ങോട്ടും പോകുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശം വിട്ട് ഈ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ആഴമായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ആഴമായി ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏത് മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴമായി, ഈ ലോകത്ത് ഏത് മനുഷ്യൻ നമ്മെ അറിയുന്നതിനേക്കാൾ ഉപരിയായി എന്റെ കർത്താവ് എന്നെയും നിങ്ങളെയും അറിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യേശുവിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചപ്പോൾ താൻ സഹിച്ചതുപോലെ കഷ്ടത പിന്നീട് ഒരു മനുഷ്യനും സഹിപ്പാനിടയായി തീർന്നിട്ടില്ല. എത്രയെത്ര കഷ്ടതകൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു, എത്രയെത്ര ഉപദ്രവങ്ങൾ താൻ ഏൽക്കുവാനിടയായി തീർന്നു. ഈ ഉപദ്രവങ്ങളൊക്കെയും ഏൽക്കുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ക്രിസ്തുവിനും മഹത്വം കൊടുപ്പാനിടയായി തീർന്നു. കാരണം ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു, ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു, യേശുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ഓടുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഹല്ലേലൂയ. അതായത് യേശുവിനെ ആഴമായിട്ട് അറിഞ്ഞ ഒരു മനുഷ്യന്, യേശുവിനെ ആഴമായി കണ്ടതായ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എന്ത് നേരിട്ടാലും, ഇനി മരണം വന്നാലും ശരി, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു. കാരണം അത് അത്യുത്തമമാണ്. അതായത് ഈ ലോകത്തിലെ എന്ത് കൊണ്ടുവന്ന് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും നീട്ടിയാലും അതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പകരമാകില്ലെന്നേ, യേശുവിന്റെ സ്നേഹത്തിന് പകരമാകില്ലെന്നേ. എത്രത്തോളം പണം നമുക്ക് നൽകിയാലും,
അതെല്ലാം ഇവിടെ നശിപ്പാനിടയായി തീരും. എന്തെല്ലാം അറിവ് ഈ ലോകത്ത് നേടിയാലും അതെല്ലാം ഇവിടെ നശിപ്പാനിടയായി തീരും. എന്തെല്ലാം സ്നേഹിതർ, എത്ര സ്നേഹിതർ നമുക്കുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ അവസാനിപ്പാനിടയായി തീരും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിത്യതയുടെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെ നടത്തുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് ഈ ദേശത്തോട് വിളിച്ചറിയിക്കട്ടെ, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു മനുഷ്യനെ മാറുവാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം ആഴമായി എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്നേഹം ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. യേശുവിനെ അടുത്തറിയുക. ഹല്ലേലൂയ. യേശുവിനെ കാണുക. അത് എങ്ങനെ കാണുവാൻ കഴിയും? ദൈവവചനത്തിൽ കൂടെ യേശുവിനെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ യേശുവിനെ എനിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ വചനം എന്നോടും നിങ്ങളോടും ഹൃദയത്തോട് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. സുവിശേഷം കേൾക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് വരെ രക്ഷിക്കപ്പെട്ട അനേകരുടെ അനുഭവങ്ങളെ കുറിച്ച് കേൾപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലവും പ്രിയമുള്ളവരെ, പലവിധമായ അനുഭവങ്ങൾ കൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ, കുടുംബത്തിന്റെ പലവിധമായ വിഷയങ്ങൾ കൂടെ ആത്മഹത്യക്കൊക്കെ തുനിഞ്ഞിരിക്കുന്ന അനേകർ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യേശു കർത്താവ് മാറ്റം വരുത്തുവാനിടയായി തീരും. കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, അങ്ങന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ, അങ്ങന്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യേശു എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതിന് ഒരു മനുഷ്യനും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവന്റെ ധനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, ഏത് സ്ഥലത്ത് നാം ആയിരുന്നാലും അവിടെ നിന്നുകൊണ്ട് കർത്താവെ അങ്ങന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണം. അങ്ങന്റെ ജീവിതത്തിലുള്ള പാപ സ്വഭാവങ്ങളെ ഒന്ന് മാറ്റണം. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആര് ഹൃദയം കൊണ്ട് പറയുന്നു, അവർക്ക് വേണ്ടി യേശു ഇറങ്ങി വരുവാനിടയാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുവാനിടയാണ്. ഹല്ലേലൂയ. ഇത് മാത്രമാണ്. യേശുവിനെ ഹൃദയം കൊണ്ടൊന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാനിടയായിത്തീരും. സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് യേശു കർത്താവ് നിത്യ സമാധാനത്തിലേക്ക് നമ്മെ നടത്തുവാനിടയാകും. യേശു ഈ ലോകത്തോടായി, സകല മനുഷ്യരോടായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യർ എനിക്കും നിങ്ങൾക്കും സമാധാനം നൽകാമെന്ന് പറഞ്ഞാലും, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, ഏതെല്ലാം രാജാക്കന്മാർ, നേതാക്കന്മാർ, ഏതെല്ലാം പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കും സമാധാനം നൽകാമെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ സമാധാനം ഈ ലോകം കൊണ്ട് അവസാനിപ്പാനിടയായിത്തീരും. പക്ഷേ യേശു പറയുന്നു, ഞാൻ നൽകുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ സമാധാനം ഈ ദേശം മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. യേശുവിന്റെ സ്നേഹം ഈ ദേശം മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ഒട്ടനവധി പ്രസംഗങ്ങൾ ഈ ദേശത്ത് കേട്ടവരായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഒരിക്കൽ യേശുവുമായിട്ടൊന്ന് മുഖാമുഖം ഞാനും നിങ്ങളും നിൽക്കേണ്ടതായിട്ടുള്ള അനുഭവം കടന്നു വരും. ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല, ഒഴുകഴുകൾ പറയുവാൻ കഴിയത്തില്ല, എനിക്ക് ഇന്ന ജോലികൾ ഉണ്ടായിരുന്നു, ഞാൻ സുവിശേഷത്തെ കേട്ടിട്ട് ഞാൻ അതിനെ ത്യജിച്ചു കളഞ്ഞു, ഇതൊന്നും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ഏത് മനുഷ്യനെയും നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയുവാനിടയായിത്തീരും. അതിനു മുൻപ് പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങളോട് മാടി വിളിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മാടി വിളിക്കുകയാണ്. യേശുവിനെ ആഴമായിട്ട് അറിഞ്ഞ് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും കടന്നു വരുവാനിടയാണ്. ഹല്ലേലൂയ. അവസാനമായിട്ട് ഒരു മനുഷ്യനെ കൂടെ പരിചയപ്പെടുത്താം. യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നതായ ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹമാണ് യോഹന്നാൻ. യേശുവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. യേശുവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകളെ അറിഞ്ഞതായ ഒരു മനുഷ്യനാണ്. താൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നാളുകളിൽ പത്മോസ് എന്നതായ ഏകാന്തമായ ഒരു ദ്വീപിലേക്ക് സുവിശേഷ പ്രവർത്തനം മുഖാന്തരം അദ്ദേഹത്തെ നാടുകടത്തുമ്പോൾ, അതുവരെയും താൻ സ്നേഹിച്ചവനും അതുവരെ താൻ മാറോട് ചേർന്നിരുന്നതും അതുവരെ താൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ യേശുവിനെ അല്ല പത്മോസിന്റെ ഏകാന്തതയിൽ അപ്പോസ്തലനായ യോഹന്നാൻ കാണുവാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതുവരെയും യേശുവിൻ്റെതായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസ്താവിപ്പാനിടയായിത്തീർന്നു. യേശു എന്നതായ ഒരു മനുഷ്യനെ ഞാൻ വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നു. യേശു എന്നൊരു മശിഹയെ ഞാൻ വെളിപ്പെടുത്തുവാനിടയായി. യേശു എന്നൊരു രക്ഷകനെ ഞാൻ വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അപ്പോസ്തലനായ യോഹന്നാൻ ഒരു കാഴ്ച കാണുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വർണ്ണിക്കുവാൻ കഴിയാത്തത്ര രീതിയിൽ യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട ഒരു രൂപം
യോഹന്നാൻ അപ്പോസ്തലൻ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 90 വയസ്സ് കഴിയുമ്പോഴും ആ മനുഷ്യനെ യേശുവിന് വേണ്ടി ആരാധിക്കുവാൻ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി യേശുവിന്റെ ദിവ്യ ദർശനങ്ങളെ കാണുവാനിടയായി തീർന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി, അല്ലെങ്കിൽ വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനായി യേശുവിനെ അദ്ദേഹം ദർശിക്കുകയാണ്. അഗ്നിജാലക്കത്തെ കണ്ണുള്ളവനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞതായ ഒരു യേശുവിനെ അദ്ദേഹം ദർശിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹനിധിയായ സ്നേഹസമ്പന്നനായ ഒരു കർത്താവിനെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് യേശുവിന് തീക്ഷ്ണമായ ഒരു അനുഭവമുണ്ട്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് യേശുവിന്റെ രൂപം മാറുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് സ്നേഹനിധിയായി വെളിപ്പെട്ട കർത്താവിനെ ഞാനും നിങ്ങളും അംഗീകരിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും മനസ്സില്ല എങ്കിൽ ഒരു ന്യായവിധിയുടെ അനുഭവത്തിലേക്ക് ഒരു ന്യായാധിപതിയായി യേശു കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. അന്ന് യേശുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഹല്ലേലൂയ ലജ്ജിതരായി തീരുവാനിടയായി തീരും. നിത്യനരകത്തിലേക്ക് ഞാനും നിങ്ങളും പോകുവാനിടയായി തീരും. അതിനു മുമ്പ് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവവചനം എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്നു. ഈ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ തയ്യാറുണ്ടെങ്കിൽ, യേശുവെ അങ്ങന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാൽ അവരുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുവാനിടയാകും. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ഈ ദേശത്തോട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. യേശുവിനെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. നമ്മുടെ പരിമിതികൾക്കനുസരിച്ച്, നമ്മുടെ അറിവിന്റെ പരിമിതികൾക്കനുസരിച്ച്, നമ്മുടെ ശബ്ദത്തിന്റെ പരിമിതിക്കനുസരിച്ച് യേശു ക്രിസ്തുവിനെ ഈ ദേശത്തോട് നാം പരിചയപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യൻ യേശുവിനെ വിശ്വസിച്ച് അവന്റെ ഹൃദയത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു, അവന്റെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുവാനിടയായി തീരും. സുവിശേഷം അനേക രാജ്യങ്ങളെ മാറ്റം വരുത്തുവാനിടയായി തീർന്നു. യേശു കർത്താവ് സഞ്ചരിച്ചതായ പാതകളിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം യഹൂദയിലും യെരൂശലേമിലൊക്കെ യേശു പറയുവാനിടയായി തീർന്നു. യേശു കാൽനടയായും കഴുതപ്പുറത്ത് കയറിയും യേശു ആ ദേശത്തോട് മാത്രം സുവിശേഷം അറിയിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് അനേക രാജ്യങ്ങളെ താണ്ടി, അനേക ഭൂഖണ്ഡങ്ങളെ താണ്ടി യേശുവിന്റെ സുവിശേഷം ഇന്നും യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. അനേകരെ ആ യേശുവിന്റെ സ്നേഹം കീഴടക്കുവാനിടയായി തീർന്നു. നരഭോജികളായിരുന്ന മനുഷ്യരെ യേശുവിന്റെ സുവിശേഷം നരസ്നേഹികളാക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഏത് ക്രൂരമായ മനോഭാവത്തിന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യനായാലും അവനെ കുഞ്ഞാടിനെ പോലെ ആക്കുവാൻ കഴിയുന്ന യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രികാലം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. യേശുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരിക്കൽ കൂടെ ദേശനിവാസികളോട്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരോട്, യൗവനക്കാരോട് ഇന്ന് രാത്രികാലം സുവിശേഷത്തിന്റെ സന്ദേശം മുഖാന്തരം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് സമയങ്ങളെ അധികമില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. ഇന്ന് എന്തെല്ലാം ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷം അതെല്ലാം അപ്രത്യക്ഷമായി പോകുന്നതായ അനുഭവത്തിൽ കൂടെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ ആയുസ്സിന് യാതൊരു വിലയുമില്ലാതിരിക്കുമ്പോൾ, ഏത് മനുഷ്യനും ഏത് സമയത്തും ഹല്ലേലൂയ മരിച്ചു പോകുന്ന അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ ഈ ലോകത്ത് ഗ്യാരണ്ടി പറയുവാനുള്ള ഒരേ ഒരു കാര്യം അത് യേശുവിന്റെ സ്നേഹം മാത്രമാണ്, യേശുവിന്റെ സുവിശേഷം മാത്രമാണ്. യേശുവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലം ഹൃദയത്തിൽ ഹല്ലേലൂയ വഹിപ്പാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിത്യതയിൽ ഒരു അനുഭവമുണ്ട്. യേശുവുമായിട്ടൊത്ത് ഹല്ലേലൂയ അവന്റെ നിത്യതയിൽ വാസം ചെയ്യുവാൻ യേശു കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയമുള്ളവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ മെസ്സേജിന്റെ ഏറ്റവും അവസാന സമയത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ അടുത്തറിയുവാൻ, യേശുവിനെ ആഴമായി അറിയുവാൻ, യേശുവിനെ കണ്ടതായ അനേക വ്യക്തികളെ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. നമുക്കിടയിലും അനേക പ്രിയപ്പെട്ടവരുണ്ട്. നാം പല കാലഘട്ടങ്ങളിലായി കേട്ടതായ അനേക പ്രിയപ്പെട്ടവരുണ്ട്. തിരുവനന്തപുരം ചെങ്കൽച്ചൂള എന്ന് പറയുന്നതായ ദേശത്ത് സാമ്പത്തികത്തിന് വേണ്ടി കൊല്ലുവാനും അടിക്കുവാനും കടന്നുപോയ ഗുണ്ടകളായി ജീവിച്ചതായ അനേകം പ്രിയപ്പെട്ടവരെ ഈ യേശുവിന്റെ സ്നേഹം മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാവുന്നതായ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ഒട്ടനവധി പേരെ ഈ സുവിശേഷ സന്ദേശം മാറ്റുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തെയും ഈ സുവിശേഷം മാറ്റുവാനിടയാകും. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. ചിലരൊക്കെയും ഭവനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഇനി ആത്മഹത്യ മാത്രമാണ് എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് ചിന്തിച്ചിരിക്കുന്ന അനേകർ. 1 ഉണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായി ചിലവിട്ടിട്ട്, 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 ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായി ചിലവിട്ടി
വളരെ കഷ്ടതയുടെ നടുവിൽ കൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിൽ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അനേകരുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം, യേശു നിങ്ങളെ സ്നേഹിക്കും. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു ദേശത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവമക്കൾ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ദേശത്തിന് വേണ്ടിയാണ് ഈ സുവിശേഷ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദൈവദാസന്മാർക്ക് ഒട്ടനവധി സമ്പത്തുണ്ടായത് കൊണ്ടല്ല. ഹല്ലേലൂയ. അവർ ദൈവസന്നിധിയിൽ അനേക നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ തീഷ്ണതയോടെ, ആത്മഭാരത്തോടെ ഈ ദേശത്തെ ഓർത്ത് കരഞ്ഞ് അനേക ദൈവദാസന്മാരുണ്ട്. അനേക യൗവനക്കാരായ ദൈവദാസന്മാർ ഈ ദേശത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് ഈ ദേശത്ത്. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഈ സുവിശേഷ യോഗം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ദേശത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, അനർത്ഥങ്ങൾ ഈ ദേശത്ത് നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീരട്ടെ. കർത്താവെ, ആത്മഹത്യയിൽ ഈ ദേശത്ത് നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീരട്ടെ. ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഈ ദേശത്തായിരിക്കുന്നെങ്കിൽ ദൈവിക സമാധാനം ഈ രാത്രികാലം അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഇടയായി തീരട്ടെ. എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല കർത്താവെ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് ഹൃദയത്തിൽ വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ യേശുവിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഇടയായി തീരട്ടെ. ഒരു മനുഷ്യനും നൽകുവാൻ കഴിയാത്ത, മാതാപിതാക്കൾക്ക് നൽകുവാൻ കഴിയാത്ത ഒരു ആഴമായ സ്നേഹം ഇന്ന് രാത്രികാലം ഈ ദേശത്ത് വ്യാപരിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ നാസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സന്ദേശത്തിലേക്ക് ജനം കടന്നു വരാൻ കഴിയാതെ വണ്ണം ജനത്തെ പിന്നോട്ട് വലിക്കുന്ന, യൗവനക്കാരെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായ ഫറവോന്റെ ശക്തി പോലെ മനുഷ്യരെ കാർന്നു പിടിക്കുന്നതായ യൗവന മോഹങ്ങളിലേക്ക് യൗവനക്കാരെ വലിച്ചു കൊണ്ടുപോകുന്ന, മദ്യപാനത്തിലേക്ക്, ലഹരി ഉപയോഗത്തിലേക്ക് യൗവനക്കാരെ വലിച്ചു കൊണ്ടുപോകുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം തകരുവാൻ ഇടയായി തീരട്ടെ. സുവിശേഷത്തിന്റെ സന്ദേശ മുഖാന്തരം ജനത്തിന് വിമോചനം വരുവാൻ ഇടയായി തീരട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രികാലം ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ അടക്കി ഭരിക്കുന്നതായ, ജനത്തെ അടക്കി ഭരിക്കുന്നതായ, യൗവനക്കാരെ തകർത്തുകൊണ്ടിരിക്കുന്നതായ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം തകർന്നു മാറി സുവിശേഷം മുഖാന്തരമുള്ള സ്വാതന്ത്ര്യം ഈ ദേശം അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. കർത്താവേ, സുവിശേഷം മുഖാന്തരമുള്ളതായ വിമോചനം ഈ ദേശം അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. യൗവനക്കാർ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ഏറ്റവും സമൃദ്ധിയായി ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, മലമേലുള്ള ഒരു പട്ടണം പോലെ യേശു കർത്താവേ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത സുവിശേഷ ദിനങ്ങളായി, കൺവെൻഷൻ ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറുവാൻ ഇടയായി തീരട്ടെ. ഈ 3 ദിനങ്ങളിൽ ദൈവവചനം സംസാരിക്കുന്ന അഭിഷക്തന്മാരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കാൻ ഇടയായി തീരട്ടെ. ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി ദൈവാത്മാവിനെ ഉപയോഗിക്കാൻ ഇടയായി തീരട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവാത്മാവി മണ്ണിൽ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. മനുഷ്യർക്ക് പിടിച്ചടക്കുവാൻ കഴിയാത്ത, അന്ധകാര മണ്ഡലങ്ങൾക്ക് പിടിച്ചടക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ വലിയ പ്രവാഹം ഈ ദേശത്ത് ഉയരുവാൻ ഇടയായി തീരട്ടെ. ഈ ദേശത്ത് ഉയരുവാൻ ഇടയായി തീരട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ ഈ ദേശത്ത് പ്രവഹിപ്പാൻ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങളത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസത്തോടെ ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞങ്ങളത് കാണുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. പത്രോസിനെ മാറ്റിയതുപോലെ, ഹല്ലേലൂയ കർത്താവേ, തീമോഥെയോസിനെ മാറ്റിയതുപോലെ, ശൗലിനെ മാറ്റിയതുപോലെ, ഹല്ലേലൂയ, ഈ ദേശത്തെ ചിലരെ മാറ്റുവാൻ ഇടയായി തീരട്ടെ. ചില യൗവനക്കാർ സുവിശേഷത്തിന്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പാൻ ഇടയായി തീരട്ടെ. സുവിശേഷ രണാങ്കണത്തിൽ ശക്തന്മാരായ പോരാളികളായി ഈ ദേശത്തെ ചില യൗവനക്കാർ മടങ്ങി വരുവാൻ ഇടയായി തീരട്ടെ. സുവിശേഷം കേട്ടിട്ട് ഹല്ലേലൂയ നിത്യതയുടെ അനുഭവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ചില യൗവനക്കാർ മടങ്ങി വരുവാനിടയായി തീരട്ടെ കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവ് ചിലരെ മടക്കി വരുത്തുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ദൈവമക്കളെ. അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഹല്ലേലൂയ ഫലമുണ്ട് ദൈവമക്കളെ. നിങ്ങൾ ലജ്ജിതരായി ഭാരത്തോടെ ഇരിക്കരുത്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ സ്ഥിതികളെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്യമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തന്റെ ഇടത്തോടെ, ധൈര്യത്തോടെ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ഹല്ലേലൂയ, ഈ സുവിശേഷ സന്ദേശം ഹല്ലേലൂയ ദേശത്തിന് വലിയ ചേഞ്ച് വരുത്തുവാനിടയായിത്തീരും. ഈ 3 ദിവസത്തെ സുവിശേഷ സന്ദേശം ഈ ദേശത്ത് വലിയ ചേഞ്ച് വരുത്തുവാനിടയായിത്തീരും. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള നാളുകളിലും തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവാത്മാവിന്റെ അതിശക്തമായ സാന്നിധ്യം ഇവിടെ നിറയുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതായ ഒരു ദിനം
സുവിശേഷ സന്ദേശം നിങ്ങളോട് അറിയിപ്പാൻ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതായ ഇതിന്റെ സംഘാടകരായ എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാരോടും അതിന്റെ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദേശനിവാസികളോടും ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുയേശുവിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളെ അടുത്തറിയുവാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടതാണ് യേശുവിനെ അടുത്തറിയുക. ഹല്ലേലൂയ. യേശുവിനെ അടുത്തറിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളെ അടുത്തറിയുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. ഇനിയും അനേക ഇടങ്ങളിൽ ഈ പ്രിയ വിശുദ്ധനെ കർത്താവ് ശക്തിയോടെ ഇതിനേക്കാൾ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ ആശംസിക്കുന്നു. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കും. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി നൽകി. കർത്താവ് അതൊരു അത്ഭുതമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ പ്രകൃതികളുടെ മേൽ അധികാരമുള്ള കാറ്റിനെയും കടലിനെയും സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഈ യോഗത്തിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ, ജീസസ്. കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് അല്പനിമിഷം ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മുടങ്ങിടും തിരുമുൻപിൽ നല്ല വട്ടമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ നല്ല വട്ടമുള്ള നാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എന്നിൽ നിന്നു നീക്കാൻ എന്നെ നീക്കാൻ ഇന്നരാമോ ഇല്ലമാവോ. എന്നിൽ നിന്നും നീക്കാൻ എന്നെ നീക്കാൻ ഇന്നരാമോ. എന്നെന്നാ വേദത്തു എന്നെ കുമൈവാഴ്ത്തിയെന്നെ വന്ദനാമോ. അന്യനെന്നാ വേദത്തു എന്നെ കുമൈവാഴ്ത്തിവന്ന ഇന്നലെ വന്ദനാമോ. യേശുനാമോ. ഹല്ലേലൂയ, ഗ്ലോറി. യേശുനാമോ അതിശയനാമം ഏഴേനിക്കുംബനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടപാദകഥാ ധീരാരകഥാ സന്തനവനവാദീ ബലഗണക സന്ദേരകലേ ധൂരാരാമ സന്താരാധ ധീരാരാധ ഊരാരാമ ധൂരാരാമ സന്താരകഥാ ധീവനകഥ സന്തനകഥേ. Jesus, hallelujah, 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 hallelujah. Urarama Saidara Even Santana, Urara Saidara Even Santana. പലരും നിന്നെ അകറ്റി നിർത്തുമ്പോൾ നിന്നെ അടുത്തറിയുവാൻ, നിന്നെ അടുത്തേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശു ഈ നിമിഷം ഹല്ലേലൂയ ഇവിടെ വന്നിട്ടുണ്ട്. ൂടാരകദാരി വലകടക ശബ്ദരകദാരി വലകടക ശബ്ദേരകേ ൂടാരാമ ശബ്ദാരാമ രേവലകടക ശബ്ദരകദ ൂടാരം തല വല 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 ദീവലകടക ശ്രീര താരേ തേരേ തേരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ. ജീസസ്.
യേശുവേ മകത്തം യേശുവിന് Hallelujah, hallelujah, hallelujah. Holy God, Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. തുടർന്ന് സിന്ധു ദേവദാസി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ ശേഷം ഡേവിഡ്സൺ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് ആശീർവാദം പറയുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ, കർത്താവെ ഇത്രത്തോളം സമയം കർത്താവിന്റെ പാദമെടുത്ത് തിരുവചനം കേൾപ്പാൻ എന്റെ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തിരുവചനമായ അപ്പന്റെ പാദമെടുത്ത് കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഇന്ന് സംസാരിച്ചതായ കർത്താവിന്റെ ദാസനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഈ ദേശത്തോട് ദൈവം സംസാരിച്ചതിനായി ഞങ്ങൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ അവിടുന്ന് ഹല്ലേലൂയ അതിശയകരമായി അത്ഭുതകരമായി ആമേൻ ദൈവത്തിന്റെ തിരുവചനത്തെ ആഴമായി പ്രസ്താവിപ്പാൻ എന്റെ ദൈവം പ്രിയദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെയും അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ സ്റ്റേജുകളിലേക്ക് കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകരോട് സത്യ സുവിശേഷത്തെ അറിയിപ്പാൻ തക്കണം കർത്താവിന്റെ ദാസനെ പിന്നെയും ആഴമായി അധികമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ ഇന്ന് രാത്രി കർത്താവെ ഈ ദേശത്തോട് ദൈവം സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ ദേശത്തിന് മാത്രമല്ല കർത്താവെ ഇത് ആമേൻ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനെ ആമേൻ കൺവെൻഷനെ ഇങ്ങനെ ക്രമീകരിച്ചതായ കർത്താവിന്റെ അഭിഷിക്തന്മാരെയും ഹല്ലേലൂയ കൂടിവരവിനെ എല്ലാം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. കർത്താവിടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നടത്തിപ്പും സംസർഗവും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും തുടർന്ന് നടക്കുന്ന സുവിശേഷ മഹായോഗത്തോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.